സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ തിരിതെളിക്കൂ. സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. झंडा ऊंचा रहे हमारा विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा विजयी विश्व तिरंगा प्यारा. सदा शक्ति बरसाने वाला प्रेम सुधा. ഒരു രീതി മൂലം പരിമിതമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് എല്ലാ സ്ഥലത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷം എന്ന് പറഞ്ഞ ആഹ്ലാദങ്ങൾ മാത്രമല്ല, ഇതിന് പിറകിൽ ഒട്ടേറെ പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, ധീര ജവാന്മാരുണ്ട്. അവരെയെല്ലാം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. അവരുടെ മുന്നിലെല്ലാം നമ്മൾ പ്രണാമം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ഇത്ര പ്രൊട്ടക്റ്റായിട്ട് ഇവിടെ എല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവരെല്ലാം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ നമ്മുടെ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി പ്രിയ വിനോദ്, നമ്മുടെ ബഹുമാനി SSB ഗ്രൂപ്പ് അംഗം ബഹുമാന്യനായ ശ്രീ ശരത്, സ്റ്റാഫ് സെക്രട്ടറി ജിതിൻ സാർ, മറ്റ് അധ്യാപകർ, PT അംഗങ്ങളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും തന്നെ വലിയ ജനാധിപത്യ രാജ്യവും അതേപോലെ തന്നെ മതേതര രാജ്യവുമായ നമ്മുടെ ഭാരതം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷമുണ്ടെന്ന് എങ്കിലും ഒരുപാട് ദുഃഖവുമുള്ള ദിവസങ്ങളാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശ ആധിപത്യത്തിനെതിരെ പോരാടി നേടിയ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യവും എല്ലാം നേടിയെടുത്തതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഓരോ കടന്നു വരുന്ന ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയതോടുകൂടി നൂറ്റാണ്ടുകളായി നമ്മെ അടക്കി ഭരിച്ചിരുന്ന വിദേശാധിപത്യത്തിന് തിരശ്ശീല വീഴുകയുണ്ടായി. ഈ സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 വർഷം കൊണ്ടോ നേടിയതല്ല. നൂറ്റാണ്ടുകളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമാണ് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. പക്ഷേ ചരിത്രം പറഞ്ഞാൽ തീരില്ല. ഇന്ത്യ ചരിത്രം ഒരു കടലോളം പരന്നതാണ്. അതിലെ ഒരു ഭാഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അത് ഇന്നോ നാളെയോ പറഞ്ഞാൽ തീരുന്നതല്ല. എന്നാലും 2 വാക്കുകൾ നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഏകദേശം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഗാന്ധിജിയുടെ വരവിന് മുമ്പും ഗാന്ധിജിയുടെ വരവിന് ശേഷവും. ഏകദേശം AD 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. അന്നു മുതൽ തുടങ്ങിയ ആ ഭരണം കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാരും മറ്റ് വിദേശികളും ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നെങ്കിലും മറ്റു വിദേശ ശക്തികളൊക്കെ പല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് പോയപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാതെ എന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. കച്ചവടത്തിനായി വന്ന അവർ പതിയെ ഇന്ത്യയുടെ ഭരണം കൈയടക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത് നമ്മെ ചൂഷണം ചെയ്യുകയാണെന്ന്. അന്ന് തുടങ്ങിയ ചെറുത്തുനിൽപ്പും പോരാട്ടവുമാണ്. ചെറിയതിലൂടെ തുടങ്ങി വലിയ പോരാട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം പേരുടെ ജീവൻ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ
നൽകേണ്ടി വന്നിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്. ഒരുപാട് മഹാന്മാരുടെ ജീവൻ പൊലിയേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര റാണി ഝാൻസി റാണി ലക്ഷ്മിബായി പടക്കളത്തിൽ നിന്ന് പൊരുതി വീരമൃത്യു വരിച്ചവരാണവർ. അതേപോലെ ഇഷ്ടം പോലെ ആളുകൾ, നാനാ സാഹിബ്, താന്തിയ തോട്ടി തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ. അത് ആദ്യത്തെ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് നമ്മളത് അറിയപ്പെടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു സംഘടിതമായ സമരമായിരുന്നില്ല. എന്നാലും ബ്രിട്ടീഷ് ആധിപത്യത്തെ ഒന്ന് കുലുക്കാൻ ആ സമരത്തിന് സാധിച്ചു. അതോടുകൂടി 1858 പിടിച്ചടക്കിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ അതോടെ സാധിച്ചു. എന്നാലും ബ്രിട്ടീഷ് ഭരണം, ഇന്ത്യയുടെ ഭരണം രാജ്ഞി ഏറ്റെടുത്തു. അതിനും വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തുടങ്ങിയ ആ ഭരണം ഗാന്ധിജിയുടെ വരവോടുകൂടി വളരെയധികം ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാക്കുകയും ബഹുജന സമരങ്ങളായ 1920 നിസ്സഹകരണ സമരവും 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ഉപ്പ് സത്യാഗ്രഹവും 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയൊക്കെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് പോരാടാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിലും അഹിംസാ തത്വവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. ധാരാളം ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളിലൂടെയും വലിയ വലിയ സമരങ്ങളിലൂടെയൊക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തെ ചെറുത്തു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് സമരങ്ങളിലൂടെയാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം കത്തിപ്പടരുന്ന സമയത്ത് നമ്മുടെ ബാലഗംഗാധര തിലകൻ നമുക്കൊരു മുദ്രാവാക്യം നൽകി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. നേതാജി സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് മറ്റൊരു ആഹ്വാനം നൽകി. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നമ്മുടെ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, നമുക്ക് നൽകിയ ഒരു മുറവിളിയുണ്ട്. എന്തായിരുന്നു അത്? എനിക്ക് സ്വാതന്ത്ര്യം വേണം, കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ, വെളുക്കാൻ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ദണ്ഡി സമര സമയത്ത് അദ്ദേഹം നമുക്ക് നൽകിയ ചില ആഹ്വാനങ്ങളുണ്ടായിരുന്നു. ഈ ഉദ്യമത്തിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ എൻ്റെ ശരീരം ഞാൻ സമുദ്രത്തിന് സമർപ്പിക്കുമെന്നായിരുന്നു. ഇത്തരത്തിലുള്ള കോരി തരിപ്പിക്കുന്ന വാക്കുകളൊക്കെ ആയിരുന്നു നമുക്ക് നമ്മുടെ മഹാന്മാർ നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി കടപ്പുറത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചു കേരളത്തിനും ഇതിൻ്റെ ഭാഗമായ സമരം പയ്യന്നൂർ കേന്ദ്രമാക്കി നടന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ അംശി നാരായണപിള്ള രചിച്ച പറഞ്ഞുകൊണ്ടുള്ള നല്ല എന്താ പറയാ, നമുക്ക് ഏതൊരു ഭാരതീയനും രക്തം തിറക്കുന്ന തരത്തിലുള്ള വരികളായിരുന്നു അതെല്ലാം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞാൽ തീരുന്നതല്ല. ഈ ലഭിച്ച കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ ഏറ്റവും കൊണ്ട് ലഭിച്ചു കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് എവിടെയൊക്കെ നിൽക്കുന്നു. നമ്മുടെ രാജ്യം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ധാരാളം അതിക്രമങ്ങൾ നടന്നു. 2 സ്വാതന്ത്ര്യ സമരങ്ങൾ നമ്മൾ പ്രളയത്തിൻ്റെ കരുതിയിലാണ് നമ്മൾ ആഘോഷിച്ചത്. അതിനൊരു ആഘോഷമായിരുന്നില്ല. 2 വർഷത്തോളമായി കോവിഡിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന നമ്മൾ. എന്നാൽ ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കും. നമുക്കറിയാം, സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 കിട്ടിയപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളുമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് വർഗീയ സമരങ്ങൾ, മറുഭാഗത്ത് ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങൾ അവിടെ 600 നാട്ടുരാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രോവിൻസുകളും ഇതെല്ലാം പരസ്പരം കലയിച്ചുകൊണ്ടിരുന്ന ഒരു അവസരമായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നെഹ്റു ഭരണം നടത്തുന്നത്. അദ്ദേഹത്തെ നമ്മൾ വെറുതെ പറയുന്നതല്ല രാഷ്ട്രശില്പി എന്ന്. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ താഴിയായ ഒരു ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റുന്നതിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് ഒട്ടും തന്നെ ചെറുതല്ലെന്ന് നമുക്കറിയാം. കാരണം ഈ പ്രശ്നങ്ങൾ, കാരണം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കണം, ഭരണഘടന ഉണ്ടാക്കണം, തെരഞ്ഞെടുപ്പ് നടത്തണം, ഈ വർഗീയ സംഘടനകൾ നടക്കുന്നു, കലാപങ്ങൾ നടക്കുന്നു, ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നു. ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ആവേശത്തോടുകൂടി ഇന്ത്യയെ ഒന്നിപ്പിച്ച് ഇന്ത്യക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ സാധിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടായി.
കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയൊക്കെ ഇന്ത്യയുടെ കാർഷിക രംഗം ശക്തിപ്പെടുത്താൻ സാധിക്കും. വമ്പൻ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് വ്യാവസായിക രംഗം പിന്നെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അതേപോലെ ശാസ്ത്ര രംഗത്ത് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇന്നിപ്പോൾ നമ്മുടെ മറ്റു ലോകരാജ്യങ്ങളുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളാണ്. എങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ തന്നെ നമ്മൾ മറികടക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏതൊരു ചിന്തശക്തി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ ചെറുത്ത് നാമെല്ലാം ഒറ്റക്കെട്ടാണ്, ഒറ്റ രാജ്യമാണ്, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തോടെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കോവിഡ് പ്രതിസന്ധി ലോകമൊട്ടാകെ പറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. എല്ലാവരും നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് ഒരു ദേശീയ പ്രചോദിതമായി ഞാൻ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യക്കാരനായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമുക്ക് ശേഷവും നമുക്ക് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊന്നും ഇപ്പോൾ എന്താണ് നിലനിൽക്കുന്നത്? ഒന്നുകിൽ പട്ടാള ഭരണമോ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭരണമാണ്. ജനാധിപത്യം നിലനിൽക്കുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായിട്ടും നമ്മുടെ രാജ്യത്ത് ഇന്നും അതിന് കോട്ടം തട്ടാതെ അത് മുന്നോട്ട് പോകുന്നു. അത്രയും നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം അത്രയും സുരക്ഷിതമാണ്. ഈ ലഭിച്ചെടുത്തിയ മനസ്സിലെത്തിയ ഈ സ്വാതന്ത്ര്യം യാതൊരു കോട്ടയും തട്ടാതെ കാലങ്ങളോളം നീണ്ടു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഒന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഒരൊറ്റക്കെട്ടായി നമ്മുടെ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിദ്യാലയത്തിലെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കൾ, ഏറ്റവും വളരെ സംസ്കരം എന്ന് നമ്മുടെ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഓരോ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ആളുകളുടെ ജീവസ്മരണകൾക്ക് മുമ്പിൽ നമ്മൾ ഓരോ വർഷവും ഈ ഒരു ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതു തലമുറകൾക്ക് നമ്മുടെ ചരിത്രം മനസ്സിലാക്കി പോകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുടെ അവരുടെ മനസ്സ് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഭാവി തലമുറകളിലേക്കും നമ്മുടെ ഈ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യം വളരെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരേ മനസ്സോടെയുള്ള സഹകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതുപോലെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളിന്ന് സ്വതന്ത്ര ഭാരതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ കുഞ്ഞും വൈറസ് മൂലം വീണ്ടും നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ളത്. കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ രീതിയിലേക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറി വളരെ വിപുലമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യാഘോഷം നമുക്ക് നടത്താൻ വേണ്ടി അധികം താമസിക്കാതെ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ 75ാം സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ധാരാളം വ്യക്തികൾ അവരുടെ ജീവൻ പ്രത്യേകിച്ച് ഇതുപോലെ പരവരുതി വളരെ മഹത്തായ ഒരു സന്ദേശം നമുക്ക് മുന്നുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. സ്വാതന്ത്ര്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ നമുക്ക് നമ്മുടെ വരും തലമുറ കഴിയട്ടെ മാത്രം ആശിച്ചുകൊണ്ട് വളരെ ആശംസിച്ചുണ്ടാകുന്നു. നേരത്തെ പരസ്പരം പറഞ്ഞു കഴിഞ്ഞു. ഐതിഹാസികമായ
ഒരുപാട് ഉജ്ജ്വല പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്താണ് നമ്മളുടെ ഈ സ്വാതന്ത്ര്യം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.